BSP ലീഡ് ഇപ്പോൾ നിലനിർത്തുന്നത് പ്രധാനപ്പെട്ട പാർട്ടികൾ BJPയും ആം ആദ്മി പാർട്ടിയുമാണ്. ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് നിലനിർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ ഹരിയാനയിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ഒന്ന് അടുത്തു നിന്ന് കാണുമ്പോൾ അറിയാവുന്നതാണ്. കാരണം ഈ BJP ഇതര പാർട്ടികൾ, അതായത് കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വലിയ തരത്തിലുള്ള ഒരു പ്രചരണമാണ് മറ്റ് ചെറു പാർട്ടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പലരും വിലയിരുത്തിയിരുന്നത് ചെറിയ പാർട്ടികളുടെ സപ്പോർട്ടർ പോലും ഈ BJP ആയിരുന്നു എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടിലെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു അവിടെ ചെറു പാർട്ടികൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ 10 വർഷം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം ഹരിയാനയിൽ ഒരു ഭരണവിരുദ്ധ വികാരം മറികടന്നത് ഈ കോൺഗ്രസിന് കിട്ടുമായിരുന്ന വോട്ടുകളെല്ലാം പല ചെറിയ പാർട്ടികളിലേക്ക് ഭിന്നിച്ചു പോയത് കൊണ്ട് തന്നെയായിരുന്നു. അതുപോലെ ഒരു കാഴ്ചയാണ് നമ്മൾ ഡൽഹിയിലും കാണുന്നത്. ഡൽഹിയിൽ ഈ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോയതിന്റെ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയായിരുന്നെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വ്യത്യാസം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ 15 സീറ്റിൽ BJP മുന്നിൽ നിൽക്കുക. BJPയുടെ സീറ്റുകളുടെ എണ്ണം ലീഡ് കമ്മീഷന്റെ ഇതിൽ പോലും 19 സീറ്റുകളായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. മാത്രമല്ല, നേരത്തെ ചെറിയ വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഭൂരിപക്ഷം എല്ലാം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ 22 വോട്ടായിരുന്നു BJPയുടെ ഏറ്റവും കുറഞ്ഞ ഒരു ലീഡ് നിലയെങ്കിൽ ഇപ്പോൾ BJPയുടെ ഏറ്റവും കുറഞ്ഞ ലീഡ് നില 214 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ഇപ്പോൾ BJP സ്ഥാനാർത്ഥികൾ 5700 ലീഡ് വരെ മോഹൻ സിംഗ് ബിഷ്ട് മുസ്തഫാബാദിലാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില 5700 വരെ ഈ ഘട്ടത്തിൽ തന്നെ ഉയർത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണാവുന്നതാണ്. രജൌരി ഗാർഡനിൽ BJP സ്ഥാനാർത്ഥി ലീഡ് നില 2125 ഉയർത്തിയിരിക്കുകയാണ്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷാലിമാർ ബാഗിൽ BJPയുടെ രേഖാ ഗുപ്ത അവർ 3893 എന്ന നിലയിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. ത്രിനഗറിൽ ത്രിലോക് റാം ഗുപ്ത, BJPയുടെ ത്രിലോക് റാം ഗുപ്ത 3373 എന്ന നിലയിലേക്ക് വോട്ട് നില ഉയർത്തുന്നതാണ് കാണുന്നത്. ഭാവനയിലാണെങ്കിൽ BJP സ്ഥാനാർത്ഥി അവരുടെ വോട്ട് നില 2678 ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത്. അതായത് 4658 വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് BJPയുടെ മാർജിൻ 2678 എന്ന നിലയിലേക്ക് മാറുന്നത്. എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJP എത്താൻ പോവുകയാണ്. 49 സീറ്റുകളിൽ BJP ഇപ്പോൾ മുമ്പിലാണ്. 49 സീറ്റുകളിൽ BJP ഇപ്പോൾ മുമ്പിലാണ്. അതായത് വളരെ വ്യക്തമായ ലീഡ്, വളരെ വ്യക്തമായ ആധിപത്യം ആം ആദ്മി പാർട്ടിക്ക് മുമ്പിൽ വയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഒരു നാണം കെട്ട തോൽവിയിലേക്ക് ആം ആദ്മി പാർട്ടിയെ നയിക്കുകയാണ് BJP ഇപ്പോൾ ഡൽഹിയിൽ. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിഷി ആകട്ടെ, അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ, മനീഷ് സിസോദിയ ആകട്ടെ, സൗരഭ് ഭരദ്വാജ് ആകട്ടെ, പിന്നിൽ നിന്നുകൊണ്ട് കേവലം 19 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടിയെ തള്ളിയിട്ടുകൊണ്ട് 19 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടിയെ തള്ളിയിട്ടുകൊണ്ട് BJP വ്യക്തമായ ആധിപത്യം ഡൽഹിയിൽ കാണിക്കുകയാണ്. ഈ ആധിപത്യത്തിനൊരു പ്രത്യേകത, ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ മുഖങ്ങളെയെല്ലാം ലജ്ജാകരമായ ഒരു തോൽവിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട്, അതുപോലും ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിലെല്ലാം വളരെ നാരോ മാർജിനിൽ മാത്രം ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫൈറ്റ് BJP ഡൽഹിയിൽ കാഴ്ചവെച്ചിരിക്കുന്നു. 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിൽ തിരിച്ചു വരികയാണ്. BJPയുടെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി സുഷമ ഭരദ്വാജ് ആയിരുന്നു. അവരിന്ന് ജീവിച്ചിരിപ്പില്ല. അതിനുശേഷം 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനകളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയുമോ ലീഡ് നിലയിൽ എന്നുള്ളത് സംശയമാണ്. കാരണം വളരെ വ്യക്തമായ ലീഡ്, 19 സീറ്റിൽ മാത്രം ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. BJP 48 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആശ്വാസകരമായ ഒരു സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. 3 സീറ്റുകളിൽ അവർ ലീഡ് നിലനിർത്തുന്നുണ്ട്. 3 സീറ്റുകളിൽ അവർ ലീഡ് നിലനിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് പല മണ്ഡലങ്ങളിലും കാരണമായേക്കാവുന്നത് കോൺഗ്രസ് പിടിച്ച അധിക വോട്ടുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസ് ഇതാ പല മണ്ഡലങ്ങളിലും 2-ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. അവർ വോട്ട് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കുന്നു. 48 സീറ്റുകളിലെ ലീഡുമായി BJP ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം അധികാരം പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. PR അരവിന്ദ് ചേരുന്നു ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന്. അരവിന്ദ്, നമ്മൾ രാവിലെ കാണുമ്പോൾ അവിടെ സ്റ്റേജൊക്കെ ഒരുക്കി
ഏതൊക്കെ നേതാക്കൾ സ്റ്റേജിൽ എവിടെയൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിച്ച് ആഘോഷത്തിന് ഒരുക്കം കൂട്ടുകയായിരുന്നു ആം ആദ്മി പാർട്ടി. ഇപ്പോഴെന്താണ് അവിടെ കാണുന്ന കാഴ്ച? അജിംസ്, എന്തായാലും പ്രവർത്തകരാരും ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ സ്റ്റേജ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന ഫലങ്ങൾ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 9:30 അടുക്കുമ്പോൾ BJP 48 സീറ്റിൽ 50 സീറ്റുകളിലേക്ക് അടുപ്പിച്ച് BJP ലീഡ് ഇപ്പോൾ ഉയർത്തുകയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം. കാരണം കഴിഞ്ഞ തവണ 62 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വിജയിച്ചത്. 2015 67 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നു. അവിടെ നിന്ന് അവർക്ക് 19 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ അവരുടെ ലീഡ് കുറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം BJP 50 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി 19 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഒരു സീറ്റിലുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 50 എന്ന സംഖ്യയിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ഫലിച്ചു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഫലങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരായ അഴിമതി ആരോപണങ്ങൾ കൃത്യമായി BJP ഇവിടെ ഉയർത്തിയിരുന്നു. മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരായുള്ള അഴിമതി ആരോപണം കൃത്യമായി BJP ഇവിടെ ഉയർത്തിയിരുന്നു. ആം ആദ്മി പാർട്ടി നൽകിയ സൗജന്യ വാഗ്ദാനങ്ങൾക്ക് മുകളിൽ BJP സൗജന്യ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം BJPക്ക് അനുകൂലമായി എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ആഡംബര വസതി മോടി പിടിപ്പിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനം BJP ഉയർത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ബജറ്റ് പ്രഖ്യാപനം അതും BJPക്ക് അനുകൂലമായെന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 67% ഡൽഹിയിലുള്ളത് മധ്യവർഗമാണ്. മധ്യവർഗത്തിന് ആദായ നികുതിയിൽ ഇളവ് നൽകിയത് അത് BJPയുടെ വോട്ട് ബാങ്കായി എന്ന് വേണമെങ്കിൽ കരുതാം. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന്റെ പ്രകടനം ആം ആദ്മി പാർട്ടിയെ ഇത്തവണ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. കാരണം പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് മികച്ച രീതിയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇന്ത്യ സഖ്യമായിട്ടല്ല ഇത്തവണ ഡൽഹിയിൽ മത്സരിച്ചത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആദ്യമായി അരവിന്ദ് കെജ്രിവാളിനെ പരസ്യമായി വിമർശിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇത്തവണ ഡൽഹിയിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് ആക്കം കൂട്ടിയെന്ന് തന്നെ കരുതാൻ. ഇപ്പോൾ 50 എന്ന സംഖ്യയിലേക്ക് BJP എത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 19 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. അജിംസ്.